ലൂക്കായുടെ സുവിശേഷം അധ്യായം 9 മുതൽ 12 വരെ തെരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങൾ. 12 പേർക്ക് അധികാരവും ശക്തിയും കൊടുത്തത് ആരുടെ മേലാണ്? സകല പിശാചുക്കളുടെയും മേൽ. 12 പേരെയും അയച്ചപ്പോൾ യാത്രയ്ക്കായി എന്ത് എടുക്കരുതെന്നാണ് അവൻ പറഞ്ഞത്? വടിയോ സഞ്ചിയോ അപ്പമോ പണമോ? 12 പേരും പ്രവേശിക്കുന്ന വീട്ടിൽ എന്തെല്ലാം ചെയ്യുവാനാണ് അവൻ പറയുന്നത്? അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്കെതിരെ സാക്ഷ്യത്തിനായി. അയക്കപ്പെട്ടവർ പുറപ്പെട്ട് എവിടെയാണ് സുവിശേഷം പ്രസംഗിച്ചത്? ഗ്രാമങ്ങൾ തോറും. അവർ എവിടെയാണ് രോഗശാന്തി നൽകിയത്? എല്ലായിടത്തും. എന്ത് കേട്ടാണ് ഹെറോദേസ് രാജാവ് പരിഭ്രാന്തനായത്? സംഭവിച്ചതെല്ലാം കേട്ട്. അധ്യായം 9:8 പറയുന്ന പ്രവാചകനാര്? ഏലിയ. ആര് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചിലർ പറഞ്ഞത്? യോഹന്നാൻ. 4 സുവിശേഷങ്ങളിലും പ്രതിപാദിക്കുന്ന 9-ാം അധ്യായത്തിലെ പ്രമേയമെന്ത്? അപ്പം വർദ്ധിപ്പിക്കുന്നു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നതാര്? 12 പേരും. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ഈ സംഭവം നടന്നത് എവിടെ വെച്ച്? ബേത്സയിദ പട്ടണത്തിൽ വെച്ച്. അധ്യായം 9:18 ആരെല്ലാമാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്? അവൻ തനിയെ. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞതാര്? പത്രോസ്. പത്രോസ് നൽകിയ ഉത്തരമെന്ത്? നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. അവനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം എന്തു ചെയ്യണം? തന്നെ പരിത്യജിക്കണം. ദൈവരാജ്യം കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ആരുടെ ഇടയിലുണ്ടെന്നാണ് അവൻ പറയുന്നത്? ഈ നിൽക്കുന്നവരുടെ. പീഡാനുഭവവും ഉത്ഥാനവും കുറിച്ചുള്ള വിവരണത്തിന് ശേഷം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാണ് അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയത്? ഏകദേശം 8 ദിവസങ്ങൾ. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ടത് എന്ത്? അവൻ്റെ കടന്നുപോകൽ. 3 കൂടാരങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞത് എപ്പോഴാണ്? അവർ പിരിഞ്ഞു പോകുമ്പോൾ. യേശു മാത്രം കാണപ്പെട്ടപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് യേശുവിനോട് വിളിച്ചു പറഞ്ഞതാര്? ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. അധ്യായം 9:46 ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായ തർക്കമെന്ത്? തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന്. അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ചെയ്തതെന്ത്? ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ മറ്റേത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു? മത്തായി അധ്യായം 8, 19 മുതൽ 22 വരെ. മരിച്ചവരെ സംസ്കരിക്കേണ്ടത് ആരാണ്? മരിച്ചവർ. ആരാണ് സ്വർഗരാജ്യത്തിന് യോഗ്യനല്ലാത്തത്? കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവർ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് എവിടേക്കാണ് അയച്ചത്? താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും. എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും എങ്ങനെയാണ് കർത്താവ് 72 പേരെ അയച്ചത്? ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. എത്ര പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കുമായിരിക്കും അവരെ അയച്ചത്? 36. അയക്കപ്പെട്ട 72 പേരോടും അധ്യായം 10:2 കർത്താവ് പറയുന്നതെന്ത്? കൊയ്ത്ത് വളരെ, വേലക്കാരെ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അധ്യായം 10:2 ദൈവത്തിന് നൽകുന്ന വിശേഷണമെന്ത്? കൊയ്ത്തിൻ്റെ നാഥൻ. എവിടെ വെച്ചാണ് ആരെയും അഭിവാദനം ചെയ്യരുതാത്തത്? വഴിയിൽ വെച്ച്. സ്വീകരിക്കാത്ത നഗരത്തിലുള്ളവരോട് പറയേണ്ടത് എവിടെ ഇറങ്ങി നിന്നുകൊണ്ടായിരിക്കണം? തെരുവിൽ. അധ്യായം 10:13 പറയുന്ന 4 സ്ഥലങ്ങളേവ? കൊറാസിൻ, ബെത്സയിദ, ടൈർ, സീദോൻ. അധ്യായം 10:17 സന്തോഷത്തോടെ തിരിച്ചു വന്നത് ആര്? 72 പേരും. പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. എന്ത്? പുത്രൻ ആരാന്ന്. പിതാവ് ആരെന്ന് ഗ്രഹിക്കുന്നത് ആര്? പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും. നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യം ആരുടേതാണ്? നിയമജ്ഞൻ്റെ. തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് നിയമജ്ഞൻ ചോദിച്ച ചോദ്യമെന്ത്? ആരാണ് എൻ്റെ അയൽക്കാരൻ? സമരിയാക്കാരൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ കൊടുത്തത് എന്താണ്? 2 ദനാറ. അധ്യായം 10:37 നിയമജ്ഞൻ്റെ മറുപടി കേട്ട യേശു പറഞ്ഞതെന്ത്? നീയും പോയി അതുപോലെ ചെയ്യുക. മാർത്ത യേശുവിനെ സംബോധന ചെയ്തതെങ്ങനെ? കർത്താവേ. മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗത്തിൻ്റെ സവിശേഷത എന്ത്? അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. യേശു പഠിപ്പിച്ച പ്രാർത്ഥന മറ്റേത് ബൈബിൾ ഭാഗത്തുണ്ട്?
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെ. അധ്യായം 11-5 സ്നേഹിതൻ എത്ര അപ്പമാണ് വായ്പ ചോദിക്കുന്നത്? 3. സ്നേഹിതൻ പറയുന്ന ആദ്യ മറുപടി എന്ത്? എന്നെ ഉപദ്രവിക്കരുത്. പിശാചുക്കളുടെ തലവൻ്റെ പേരെന്ത്? ബേൽസെബൂൽ. അധ്യായം 11:23 അനുസരിച്ച് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ എന്തു ചെയ്യുന്നു? ചിതറിച്ചു കളയുന്നു. അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് വീട് കാണപ്പെടുന്നത്? അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായിട്ട്. അധ്യായം 11:28 അനുസരിച്ച് കൂടുതൽ ഭാഗ്യവാന്മാർ ആരാണ്? ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ. അധ്യായം 11:29 തലമുറ ദുഷിച്ചതാണെന്ന് പറയാൻ കാരണമെന്ത്? അടയാളം അന്വേഷിക്കുന്നത് കൊണ്ട്. നിനവേക്കാർക്ക് ആരായിരുന്നു അടയാളം? യോന. ഈ തലമുറയ്ക്ക് ആര് അടയാളമായിരിക്കും? മനുഷ്യപുത്രൻ. ശരീരത്തിൻ്റെ വിളക്ക് എന്താണ്? കണ്ണ്. അധ്യായം 11:35 അനുസരിച്ച് എന്താണ് സൂക്ഷിക്കേണ്ടത്? നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ. ഫരിസേയർ എന്തിൻ്റെ എല്ലാം പുറം കഴുകി വെടിപ്പാക്കുന്നു? കോപ്പകളുടെയും പാത്രങ്ങളുടെയും. അധ്യായം 11:41 എല്ലാം ശുദ്ധമായിരിക്കാൻ എന്തു ചെയ്യണം? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യണം. ഫരിസേയർ അവഗണിച്ചു കളയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും. ഫരിസേയർ പൊതുസ്ഥലങ്ങളിൽ എന്താണ് അഭിലഷിക്കുന്നത്? അഭിവാദനം. നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞത് ആര്? നിയമജ്ഞരിൽ ഒരാൾ. പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറകൾ പണിയുന്നത് വഴി നിയമജ്ഞർ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് എന്താണ് നൽകുന്നത്? സാക്ഷ്യവും അംഗീകാരവും. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ആര് മുതൽ ആര് വരെയുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്? ആബേൽ മുതൽ സഖറിയ വരെ. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യ വെച്ച് കൊല്ലപ്പെട്ടതാര്? സഖറിയ. അധ്യായം 11:52 നിയമജ്ഞർ കരസ്ഥമാക്കിയത് എന്താണ്? വിജ്ഞാനത്തിൻ്റെ താക്കോൽ. അധ്യായം 11:54 നിയമജ്ഞരും ഫരിസേയരും എന്തിനു വേണ്ടിയാണ് തക്കം നോക്കിയത്? അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ. അധ്യായം 12:1 ജനങ്ങൾ തിങ്ങിക്കൂടിയത് എങ്ങനെ? പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം. ഫരിസേയരുടെ പുളിപ്പ് എന്താണ്? കാപട്യം. എന്താണ് വെളിച്ചത്ത് കേൾക്കപ്പെടുന്നത്? ഇരുട്ടത്ത് സംസാരിച്ചത്. അധ്യായം 12:7 അനുസരിച്ച് എണ്ണപ്പെട്ടിരിക്കുന്നത് എന്ത്? നിങ്ങളുടെ തലമുടിയുടെ പോലും. മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നവനെ ആരുടെ മുമ്പിലാണ് മനുഷ്യപുത്രൻ ഏറ്റുപറയുന്നത്? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. എന്ത് പൊളിച്ച് കൂടുതൽ വലിയ പണിയുമെന്നാണ് കൃഷിക്കാരൻ പറയുന്നത്? അറപ്പുരകൾ. കൂടുതൽ വലിയ അറപ്പുരകൾ പണിത ശേഷം അതിൽ എന്താണ് സംഭരിക്കുന്നത്? ധാന്യവും വിഭവങ്ങളും. ഏത് കാര്യം വ്യക്തമാക്കാനാണ് യേശു ഭോഷനായ ധനികൻ്റെ ഉപമ പറയുന്നത്? മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് വ്യക്തമാക്കാൻ. അധ്യായം 12:28 യേശു ശിഷ്യരെ വിളിക്കുന്നതെന്ത്? അല്പവിശ്വാസികൾ. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കുന്നത് ആരാണ്? ഈ ലോകത്തിൻ്റെ ജനതകൾ. അധ്യായം 12:32 ആരോടാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? ചെറിയ അജഗണത്തോട്. എങ്ങനെയുള്ള പണസഞ്ചികളാണ് കരുതി വയ്ക്കേണ്ടത്? പഴകിപ്പോകാത്തത്. സദാ ജാഗരൂകരായ ഭിത്യന്മാർ മറ്റെവിടെ കാണുന്നു? മത്തായിയുടെ സുവിശേഷം അധ്യായം 24:43 മുതൽ 51 വരെ. അധ്യായം 12:37 യജമാനൻ എങ്ങനെയാണ് അവരെ ഭക്ഷണത്തിനിരുത്തുന്നത്? അരമുറുക്കി. യജമാനൻ എപ്പോൾ വരുന്ന കാര്യമാണ് അധ്യായം 12:46 പറയുന്നത്? പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും. അധ്യായം 12:49 അനുസരിച്ച് യേശു വന്നത് എന്തിന്? ഭൂമിയിൽ തീയിടാൻ. എപ്പോൾ വരെ? ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്നാണ് യേശു പറയുന്നത്? എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം. അധ്യായം 12:52 അനുസരിച്ച് ഭിന്നിച്ചിരിക്കുന്ന എത്ര പേരാണ് ഇനി ഒരു വീട്ടിൽ ഉണ്ടായിരിക്കുന്നത്? 5 പേർ. അധ്യായം 12:56 യേശു കപടനാട്യക്കാരെ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ജനക്കൂട്ടത്തെ. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ അറിയുന്ന കപടനാട്യക്കാർക്ക് അറിയാത്തതെന്താണ്? ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവന് എപ്പോഴാണ് പുറത്തു വരാൻ സാധിക്കുക? അവസാനത്തെ തുട്ടും കൊടുത്ത ശേഷം.